എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതം നമ്മുടെ ലോകത്ത് ഇന്നുള്ള ഏകദേശം 80% പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു പോയിസണാണ് മതം. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജാതി, ട്രൈബ്, അങ്ങനെ കുറച്ച് അതിന് ഒരു ഉപഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ ഒരു അടിപൊളി ഡയലോഗാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് സമയത്തും അല്ലെങ്കിൽ ഹിറ്റ്ലർ നടത്തിയ ജൂത കൂട്ടക്കൊലയുടെ സമയത്തും പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തും അങ്ങനെ ഒട്ടനവധി സമയങ്ങളിൽ ഈ മതത്തിൻ്റെ കെടുതികൾ, അതിൻ്റെ ക്രൂരതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരാഴ്ച മുമ്പ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ കാണാൻ ഇടയായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ സിനിമയിൽ പറയുന്നത്. മതം അത് സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഫാമിലി ലൈഫിലൊക്കെ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ആ സിനിമ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ സിനിമ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എത്രത്തോളം കൺവീൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഒരാളുടെ ആസ്വാദന നിലവാരം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയൊക്കെ വെച്ചിരിക്കും. എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങനെ കണക്റ്റായിട്ടൊന്നുമില്ല സിനിമ. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നുന്നത്. അതിനകത്ത് പറഞ്ഞൊരു ഡയലോഗ് അത് വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു ഡയലോഗായിട്ട് എനിക്ക് തോന്നി. നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ പോയതിനു ശേഷം പുറം രാജ്യത്ത് ഏതൊരു ഗൾഫ് രാജ്യത്ത് പോയതിനു ശേഷം, രാജ്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അപ്പോൾ അവിടെ പോയതിനു ശേഷം അവിടെ പാകിസ്ഥാനി ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുന്നു. അവർ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആ പാകിസ്ഥാനി ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം നിവിൻ പോളിയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഈ ഡയലോഗ് ഇങ്ങനെയാണ്: മതം ഒരു ഭരണഘടനയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യം നശിച്ചിടാണ്. മതവിശ്വാസികളോട് ചോദിച്ചാൽ പറയും മതം ഭയങ്കര സ്നേഹമാണ്, കരുണയാണ്, ഭയങ്കര മതം ഉണ്ടെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവും എന്നൊക്കെ പറയും. എന്നാൽ ഈ മതത്തിനെ പറഞ്ഞിട്ട് ഇല്ലാണ്ട് പോയിട്ട് ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ആൺകുട്ടീനെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാനോ നേരെ തിരിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇടപെടും. അല്ലെങ്കിൽ മതം പറയുന്ന പോലത്തെ അല്ലാത്തൊരു ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മതത്തിൻ്റെ ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ട് അവരെ കല്ലെറിയും. മതം പറയുന്ന പോലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ട വേറൊരു ഫുഡ് കഴിച്ചാൽ അത് പ്രശ്നമായി അല്ലേ? അവിടെ സ്നേഹവും സമാധാനമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഇത്രയേ ഉള്ളൂ മതത്തിൻ്റെ കാര്യം. ഈ മതം എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് അവരുടെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ആത്മീയതയൊക്കെ അങ്ങ് വഴിതിരിച്ചു വിട്ട് ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കി വെച്ചേക്കുക. അവരുടെ ലോകം, ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ലോകമില്ലേ, അതേപോലെ മതത്തിൻ്റെ ലോകം ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ അടിമകളെ അങ്ങ് സെറ്റാക്കി വെച്ചേക്കണം. ഇതൊക്കെ പറഞ്ഞ് അങ്ങേരും ജീവിച്ചില്ലെങ്കിൽ ഇവരെ ഒറ്റപ്പെടുത്തും. ഇപ്പോൾ ഒരു ആൺകുട്ടി, ഒരു മതത്തിലെ ആൺകുട്ടി, ഹിന്ദു മതത്തിലെ ആൺകുട്ടി ഒരു മുസ്ലിം മതത്തിലെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, തീർന്നോ? അല്ലെങ്കിൽ നേരെ തിരിച്ച് എന്തായിരിക്കും അവസ്ഥ? അവിടെ വലിയ പ്രശ്നമായി. അവരുടെ ജീവിതം അവർ മടുക്കും. ജീവിതം കുറച്ച് കാലം ജീവിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർ ആ ഫാമിലിയിലും ആ സൊസൈറ്റിയിലൊക്കെ അങ്ങോട്ട് ഒറ്റപ്പെട്ട് അവരങ്ങ് ഇല്ലാണ്ടാക്കും അല്ലേ? അങ്ങനത്തെ ഒരു മതം ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ആയാലും ആലോചിച്ച് നോക്കിയേ. എന്ത് ഫ്രീഡമാണ് ഉണ്ടാവുക? ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് ഒന്ന് ആ ഒരു സൊസൈറ്റിയിൽ കൂടെ നടക്കാൻ പറ്റുമോ? ഒരു ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഇവരൊക്കെ പറയുന്ന പോലെ ഒതുങ്ങിക്കൂടി ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ജീവിക്കാം. ആ രാജ്യത്തേക്ക് വേറൊരു രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാർ ഇത് അംഗീകരിക്കണം. അതാണ് അടുത്തത്. വേറൊരു മതത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അവിടുത്തെ ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വേറൊരു നിയമം. ഭയങ്കര ഫ്രീഡമാണ് കേട്ടോ മതത്തിൻ്റെ. പിന്നെ മതത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന കുറേ ആളുകളുണ്ട് കുറേ രാജ്യത്ത്. എല്ലായിടത്തും ഉണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. മതത്തിന് വേണ്ടി കൊലപാതകം ചെയ്യുക. മതം അതായത് ഒരു പ്രത്യേക മതത്തിൻ്റെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര കൊലപാതകം, തോക്കൊക്കെ എടുത്ത് എല്ലാവരും കൊല്ലുക, മറ്റേ സ്ഫോടനങ്ങൾ നടത്തുക. പക്ഷെ എല്ലാം മതത്തിന് വേണ്ടിയിട്ടാണ്, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ആലോചിക്കുമ്പോഴാണ് സന്തോഷം. ഇതാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഈ മതം ഉണ്ടാക്കുന്ന, ഈ ലോകത്ത് മതം ഉണ്ടാക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് ഈ ലോകത്ത്? ഒന്ന് ആലോചിച്ച് നോക്ക്.
എത്ര പേരുണ്ട്. ഈ മതം ഇല്ലായിരുന്നെങ്കിൽ എത്ര എത്ര പ്രശ്നങ്ങൾ ഈ ലോകത്ത് ഒഴിവാക്കിയിട്ടേനെ. എത്ര എത്ര പ്രശ്നങ്ങൾ. ഒരു 80% പ്രശ്നങ്ങളും ഈ മതവും ജാതിയും ഈ ട്രൈബ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കാരണം. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ട്രൈബുകൾ തമ്മിലുള്ള സിവിൽ വാറാണ്. ഒരു രാജ്യത്ത് 2-3 ട്രൈബ് ഉണ്ടാവും, അവർ തമ്മിലടിച്ചെങ്കിൽ ചത്തുകൊള്ളാം. എന്താ സംഭവം എന്നറിയാം. എന്തൊരു ഐഡിയോളജിയാണത്. സെയിം മതത്തിൻ്റെ സെയിം പരിപാടി തന്നെ, അവരുടെ വ്യത്യാസമൊന്നുമില്ല. അതൊരു ട്രൈബാണ്, ഇത് മതമാണ്. ജാതി പോലെ തന്നെ ജാതി തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ജാതി സംഘടനകളൊക്കെ ഉണ്ടല്ലോ. സയൻസിനെക്കാട്ടിലും വലുതാണ് വിശ്വാസം എന്നൊക്കെ പറഞ്ഞ മഹാന്മാരിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. സയൻസിനെക്കാട്ടിലും വലുത് ആചാരങ്ങളാണ്. കാരണം അവർക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കണമെങ്കിൽ ഈ ജാതി വേണേ. ജാതി ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവർ ഫുഡ് അരി വാങ്ങുന്നത്. രാഷ്ട്രീയക്കാർക്കും വേണം, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വേണം. ഇപ്പോൾ എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ ഫോർ എക്സാമ്പിൾ, ജാതി പ്രശ്നങ്ങൾ കുറച്ച് കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ഈ മതം ജാതിയൊക്കെ പ്രശ്നങ്ങൾ കുറച്ച് കുറവുള്ള സംസ്ഥാനമാണെന്ന് വിചാരിക്കാം. ഇവിടെ തന്നെ ജാതി അല്ലെങ്കിൽ പ്രത്യേക മതത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വെച്ചില്ലെങ്കിൽ ചില സ്ഥലത്ത് ജയിക്കാൻ പറ്റും. ചില പ്രത്യേക കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ. അവിടെ ഇന്ന മതത്തിൻ്റെ ആൾക്കാരെ വെച്ചില്ലെങ്കിൽ അവിടെ പരാജയപ്പെടും. പക്ഷേ അവിടെ മതസൗഹാർദ്ദം ഭയങ്കര കേട്ടോ. പക്ഷേ സ്വന്തം മതത്തിലെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂന്നുള്ളൂ. ഭയങ്കര ഐഡിയോളജി. എന്നിട്ട് അവർ ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ മതമൈത്രിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഉള്ളിനുള്ളിൽ നമ്മുടെ മതം മാത്രം എന്നുള്ള ചിന്താഗതി. ഇത് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് മതത്തിനെ. മതത്തിൻ്റെ ആൾക്കാർ തന്നെ കിടലിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജാതിയുടെ സംഘടനകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബിസിനസ്സും എന്തും ആയിക്കോട്ടെ എല്ലാ രീതിയിലും മതം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള ഈ മതത്തിനാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയൊക്കെയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ബാക്കിയുള്ള മതത്തിൻ്റെയൊക്കെ പ്രസക്തി, അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ആ രാജ്യത്തുണ്ടാവുക? അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിനെ സംഘടിപ്പിച്ച് നിർത്തിയേക്കാണ് എൻ്റെ മതം എന്നുള്ള രീതിയിൽ. ഇതെൻ്റെ രാജ്യം. ഇതൊക്കെ എത്ര മോശമാണ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്, ലോകത്തിന് തന്നെ എന്ത് മോശമാണ്. ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ ജീവിച്ച പോരെ. അതിനിടയ്ക്ക് കുറേ സ്പ്ലിറ്റ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? മതത്തിൻ്റെ പേരും ജാതിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ. അങ്ങനെ പല ചിന്തകളിലേക്കും പോയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു ഡയലോഗാണ് എനിക്കിത്. മുമ്പേ നമ്മളിത് സ്ഥിരം ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഈ ഡയലോഗ് അടിപൊളിയായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ആ സീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ജസ്റ്റ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമേ ചെറിയ ഡയലോഗിനെ എടുത്തിട്ട് വെറുതെ നമ്മൾ പറയുന്നില്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡയലോഗുമായിട്ട് വരാം. അപ്പം ബൈ.